ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൈൻഡ്സ് ഓഫ് കമ്പനിയാണ്. കമ്പനി ആക്ടിലെ കൈൻഡ്സ് ഓഫ് കമ്പനി, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ, ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി ആൻഡ് അതർ ഫോം ഓഫ് കമ്പനി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ കമ്പനി ആക്ട് എന്നുള്ള ആ മൊഡ്യൂളിൽ തന്നെ രണ്ട് ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ ചെറിയൊരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഈ രണ്ട് ടോപ്പിക്കാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നോക്കാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഒരു കോമ്പിനേഷനാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് 2008 ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2009 ഏപ്രിൽ 2009 നമ്മുടെ ഇന്ത്യയിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 2 പേരും അതുപോലെ തന്നെ മാക്സിമം എത്ര പേര് വേണമെങ്കിലും ആവാൻ പറ്റും. അൺലിമിറ്റഡ് ആണ്. മിനിമം 2 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ലീഗൽ എൻറ്റിറ്റിയാണ്. നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ദെൻ അടുത്തത് പറയുന്നത് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സാണ്. പാർട്ട്നേഴ്സിന് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് പാർട്ട്നേഴ്സ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇതിൽ വരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് രജിസ്റ്റേർഡ് അണ്ടർ ആക്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ പറയുന്നുണ്ട്. കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആസ് ഒരു ഏജൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതായത് അടുത്ത പോയിൻ്റ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് എത്രയാണോ ലിമിറ്റഡ് ആയിരിക്കും. ആ ലിമിറ്റഡിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ലയബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ദെൻ പിന്നെ പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഡിസ്ക്ലോസ് ആണ്. അതായത് കമ്പനിയിൽ ഫിനാൻഷ്യലി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കണം. ദെൻ വൈൻഡിങ് അപ്പ് ആണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള, അതായത് ഫിനാൻഷ്യലും അസറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു തീർത്തിട്ടുണ്ടെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ വരുന്ന ഒരു പോയിൻ്റാണ് നെയിം ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കമ്പനി, പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് ആഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേരിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചേർക്കണം. ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ പറയുന്നത്. അതായത് പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ കോർപ്പറേഷനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 ആണ്. ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ 2009 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം 2 പേരും, മാക്സിമം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ദെൻ ഫീച്ചേഴ്സ് പറഞ്ഞത് ലീഗൽ എൻറ്റിറ്റി ആണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് മിനിമം 2 പേരാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഏജൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഫിനാൻഷ്യൽ ഡിസ്ക്ലോസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഫിനാൻഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സും ബാലൻസ് ഷീറ്റും ഒക്കെ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കണം. ദെൻ വൈൻഡിങ് അപ്പ്. ഇത്തരം കാര്യങ്ങളാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അടുത്തൊരു ടോപ്പിക്കായിട്ട് പറയുന്നത് കോർപ്പറേറ്റ് വെയിലാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, ഡിബെഞ്ചേഴ്സിൻ്റെ ഒക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ സെപ്പറേഷനെയാണ് എന്തെന്ന് പറയുന്നത്
കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ കമ്പനി, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ഇവിടെ കമ്പനീനെ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് കോർപ്പറേറ്റ് വെയിലിൻ്റെ ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിലാണ് പറയാനുള്ളത്. അപ്പോൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് 2 രീതിയിലാണുള്ളത്. ഒന്ന് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടും രണ്ടാമത്തത് അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് 2 രീതിയിലാണ് ലിഫ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ കുറേ പോയിൻറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ ആണ്. അതായത് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റവന്യൂ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ടാക്സ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് കമ്പനിയുടെ റവന്യൂവിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടൻറ് ആണ് പറയുന്നത്. അതായത് കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡോ എന്തെങ്കിലുമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ എന്തെങ്കിലും എനിമി ആയിട്ടുള്ള ക്യാരക്ടർ ആരുടെങ്കിലും എടുത്ത് എനിമി ആയിട്ടുള്ള ക്യാരക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കോർപ്പറേറ്റ് വെയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് വേർ ദി കമ്പനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പർപ്പസ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് അവിടെയും വരുന്നത്. ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പർപ്പസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് കമ്പനി അവോയ്ഡിങ് ലീഗൽ ഒബ്ലിഗേഷൻസ്. അതായത് ഇപ്പോൾ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലീഗലായിട്ടുള്ള കുറേ ലയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ലിഗേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് കമ്പനി ആക്ടിങ് ആസ് ഏജൻറ്റ് ഓർ ട്രസ്റ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ പിന്നെ പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പോളിസി. കമ്പനിയുടെ പബ്ലിക് പോളിസീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് വെയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റത്തെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിൻ്റെ ഫസ്റ്റത്തെ പോയിന്റിൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ്. അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് പണിഷ്മെൻറ്റ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ബൈ ഫർണിഷിംഗ് ഫാൾസ് ഇൻഫോർമേഷൻ. അതായത് കമ്പനി തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ പബ്ലിക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പണിഷ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. കോർട്ട് വഴി പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 7 കാര്യം പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഫ്രോഡുലൻ്റ് അപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് എ നെയിം. അതായത് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നെയിമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 251 ആൻഡ് സബ്സെക്ഷൻ 1 പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ലയബിലിറ്റി ഫോർ ഫ്രോഡുലൻ്റ് കണ്ടൻറ് ഓഫ് ബിസിനസ്. അതായത് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കണ്ടൻറ് എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ, ലയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഒക്കെ വരുന്നോ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ കമ്പനിക്കായിരിക്കും ഉണ്ടായിരിക്കുക. സെക്ഷൻ എന്ന് പറയുന്നത് 369 ഇതിൻ്റെ സെക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് വെയിലാണ്. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയുടെയും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ സെപ്പറേഷനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ കമ്പനീനെ നമ്മളൊരു സെപ്പറേറ്റഡ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനീനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് വെയിലിൻ്റെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ആ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് പറയുന്നത്. അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് 2 രീതിയിൽ പറയുന്നുണ്ട്. ഫസ്റ്റത്തത് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത് നമ്മുടെ റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രോഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പനിയുടെ എനിമി ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്പനിയുടെ ഫ്രോഡുലൻ്റ് പർപ്പസ് എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ലീഗലായിട്ട് വരുന്ന ഒബ്ലിഗേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പനി എന്ന് പറയുന്നത് ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു ട്രസ്റ്റി ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
അതുപോലെ തന്നെ കമ്പനിയുടെ പബ്ലിക് പോളിസീസും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്. ദെൻ അടുത്ത രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ്. അതിൽ വരുന്നത് കമ്പനി എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കമ്പനി ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ നെയിമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്ററിൽ നിന്നും ലീഗലി റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് പർപ്പസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കമ്പനിക്കായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂൾ കമ്പനി ആക്ട് 2030 എന്നുള്ളൊരു മൊഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് കമ്പനി ആക്ട്, അതായത് കമ്പനി എന്താണെന്നും കമ്പനിയുടെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് കമ്പനി, ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണ്, കോർപ്പറേറ്റ് വെയിൽ എന്താണെന്നുള്ള ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.